ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഇടുക്കിയിൽ ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ എന്താണ്? ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള കണക്കൂട്ടലിലാണോ UDF ഉള്ളത്? ഒപ്പം തന്നെ LDFന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടുണ്ടോ അവിടെ? ലിബീഷ്, ഇടുക്കി ജില്ലയിലെ മണ്ഡലങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇടുക്കി ദേവികുളം, പീരുമേട്, ഉടുമ്പൻചോല, തൊടുപുഴ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം മണ്ഡലം ചേർന്നാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഏതായാലും ഇടതും വലതും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് അർപ്പിച്ചിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് പറയുന്നത് എനിക്ക് പോയ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ തന്നെ ഞാൻ ജയിക്കുമെന്ന് തന്നെയാണ് ഡീനിന്റെ ഉറപ്പ്. അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജും ഇത്തരത്തിൽ ഈ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം തനിക്കും ഈ പ്രാവശ്യം നല്ല രീതിയിലുള്ള വോട്ട് ലഭിക്കും എന്നുള്ള ഒരു മുന്നിൽ തന്നെയാണ് ജോയ്സ് ജോർജും ഉള്ളത്. കാരണം DMK, ADMK അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇവർക്ക് പിന്തുണയായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ LDFിന് ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് LDFിനും ഉള്ളത്. ഏതായാലും ഈ 5 മണ്ഡലങ്ങൾ, ഇടുക്കിയിലെ 5 മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ തന്നെ ഇടുക്കിയിലേക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ ഇടുക്കിയിലെ 2019 തെരഞ്ഞെടുപ്പിൽ 20,928 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഡീൻ കുര്യാക്കോസ് നേടിയത്. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 76.26 ആയിരുന്നു. 2024 66.55% താഴ്ന്നു. പോളിംഗ് കുറഞ്ഞതും ഈ മാണി വിഭാഗത്തിന്റെ പിന്തുണയും പരമ്പരാഗത വോട്ടുകളും കൂട്ടി മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് ഈ ഇടതുമുന്നണിയുടെ ഒരു പ്രതീക്ഷ. 5,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം ഇടുക്കിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് LDFിന്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മാണി വിഭാഗത്തിന്റെ പിന്തുണയില്ലെങ്കിലും ഡീൻ കുര്യാക്കോസിന്റെ മണ്ഡലത്തിൽ നിന്നും മികച്ച ഭൂരിപക്ഷം നേടാമെന്നാണ് UDFിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. 15,000-ന് മുകളിലുള്ള ഭൂരിപക്ഷം ഇടുക്കിയിൽ നിന്ന് UDF കണക്കുകൂട്ടുന്നു. ഏതായാലും പിന്നീട് നമ്മൾ പീരുമേട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ 2019 പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇരു കൂട്ടർക്കും ഒരു ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം 2019 76.67% ഇവിടെയുള്ള ഇത്. 2024 നോക്കി കഴിഞ്ഞാൽ 65.47%. ഏതായാലും ഇവിടെയും വോട്ട് വിഹിതം CPM-ന് അല്ലെങ്കിൽ CPM CPI പാർട്ടികളോടുള്ള എതിർപ്പും ഇത്തവണ ഈ മികച്ച ഭൂരിപക്ഷം ഇവിടെ നേടാമെന്നാണ് UDFിന്റെ ഒരു അവകാശവാദം. ഏതായാലും ഈ UDF ഈ തിരുമേട് മണ്ഡലത്തിൽ 9 പഞ്ചായത്തുകൾ, 7 UDF ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും വാഴൂർ സോമൻ ഈ മണ്ഡലം നിലനിർത്തിയതുപോലെ തന്നെ 3000 വോട്ടുകളുടെ മുകളിൽ ഭൂരിപക്ഷം നേടാമെന്നാണ് LDFിന്റെ ഒരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഉടുമ്പൻചോലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2019 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് 12,494 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. 2019 79.24% പോളിംഗ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ 2024 63%. ഏതായാലും ഈ 3 തവണയും ഇരുവരും ഏറ്റുമുട്ടുമ്പോൾ ആർക്ക് മുൻതൂക്കം ലഭിക്കുമെന്നത് ഒരു ഇവിടെ പ്രവചനാതീതം തന്നെയാണ്. ഏതായാലും റോഡുകളുടെ വികസനം, ജോയ് ജോർജ് MP ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസന പദ്ധതികൾ എന്നിവയൊക്കെ LDFിന് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാൽ മണ്ഡലത്തിലെ ഈ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ, വന്യജീവി ശല്യം, കാർഷിക മേഖലയിലുണ്ടായ തിരിച്ചടികൾ എല്ലാം തന്നെ UDFിന് അനുകൂലമാകുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അവസാനമായി തൊടുപുഴയിലേക്ക് നോക്കിയുമ്പോൾ UDFിനെ തുണയ്ക്കുന്ന കർഷകരായ UDFിനെ തുണയ്ക്കുന്ന ഒരു നിയോജക മണ്ഡലം തന്നെയാണ് ഈ തൊടുപുഴ. ഡീൻ കുര്യാക്കോസിന്റെ വൻ ഭൂരിപക്ഷം നേടുമെന്നാണ് ഈ UDFിന്റെ ഒരു ആത്മവിശ്വാസം. 2014 സ്ഥാനാർത്ഥിയായ തോറ്റ അവസരത്തിലും തൊടുപുഴ മണ്ഡലത്തിൽ UDFിന് 4,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിന് തൊടുപുഴയിൽ മാത്രം 37,023 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. എന്നാൽ 10% പോളിംഗ് കുറഞ്ഞത് UDFിനെ അലട്ടുന്നുണ്ട്. 2019 75.63% പോളിംഗ്. 2024 65.55%. ഇത്തവണ 2019 ഭൂരിപക്ഷം ലഭിക്കുമെന്ന UDFിന്റെ ഒരു പ്രതീക്ഷ. NDF സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇവിടെയും ഭൂരിപക്ഷം നേടുമെന്നാണ് ഈ സംഗീത വിശ്വനാഥന്റെ NDF സ്ഥാനാർത്ഥിക്കും ഉള്ളത്. ഇനി ശരി, കേരളത്തിന്റെ മലയോര മണ്ണ് ആർക്കൊപ്പം നിൽക്കും, മലയോര മണ്ണിന്റെ മനസ്സാർക്കൊപ്പം എന്ന് കാത്തിരുന്നു തന്നെ കാണാം.